വെള്ളിയാഴ്ച. ക്ലാസ്സിൽ വന്ന ഉടനെ ടീച്ചർ പറഞ്ഞു, നിങ്ങളെല്ലാവരും 2 ഷീറ്റ് പേപ്പർ വീതം എടുക്കൂ. ഈ ക്ലാസ്സിലിരിക്കുന്ന ഓരോരുത്തരുടെയും പേരെഴുതൂ. ഓരോ പേരിന് ശേഷവും 2 വരി ഒഴിച്ചിട്ട് വേണം അടുത്ത ആളുടെ പേര് എഴുതാൻ. ഇനി നിങ്ങളുടെ സഹപാഠികളെ പറ്റി നിങ്ങൾക്ക് പങ്കുവെക്കാനുള്ള നല്ല കാര്യങ്ങൾ മാത്രം ഓരോ പേരിനും നേരെ എഴുതൂ. ആ പീരീഡ് മുഴുവനും എടുത്ത് എല്ലാവരും ഉത്സാഹത്തോടു കൂടി എഴുതി കഴിഞ്ഞപ്പോൾ ടീച്ചർ കടലാസുകൾ വാങ്ങി. തിങ്കളാഴ്ച. ആദ്യത്തെ പീരീഡിൽ തന്നെ എല്ലാ കുട്ടികൾക്കും ടീച്ചർ അവരുടെ പേരെഴുതിയ ഓരോ ഷീറ്റും നൽകി. അതിൽ അവരെക്കുറിച്ച് ആ ക്ലാസ്സിലെ മറ്റു കുട്ടികൾ എഴുതിയ അഭിപ്രായമായിരുന്നു. ഓരോരുത്തരും ആ കടലാസിലൂടെ കണ്ണോടിച്ച് അത്ഭുതപ്പെട്ടു. എന്നെക്കുറിച്ച് ഇത്ര നല്ല കാര്യങ്ങൾ പറയാൻ മാത്രമുണ്ടോ? വിശ്വാസം വരാതെ അവർ തമ്മിൽ നോക്കി. ഓരോ കുട്ടിയുടെ മുഖത്തും ഈ അത്ഭുതം കണ്ടു. താൻ ഇത്രമേൽ പ്രിയപ്പെട്ടവനാണ് എന്ന ബോധ്യം അവർ ഓരോരുത്തരെയും ആഴത്തിൽ സ്വാധീനിച്ചു. തമ്മിലുള്ള കരുതൽ അവരെ വിസ്മയിപ്പിച്ചു. ടീച്ചറോട് അവരെല്ലാം നന്ദി പറഞ്ഞു, ഇങ്ങനൊരു അപൂർവ അനുഭവം സമ്മാനിച്ചതിന്. പതിവ് തിരക്കുകളിൽ ടീച്ചർ ഇക്കാര്യം മറന്നുപോയി. കുട്ടികളെല്ലാം മുതിർന്ന ക്ലാസ്സുകളിലേക്ക് പോവുകയും ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ടീച്ചർക്കൊരു വിവരം കിട്ടി. അയൽ രാജ്യവുമായി നടക്കുന്ന യുദ്ധത്തിൽ ടീച്ചർ പഠിപ്പിച്ച ഒരു കുട്ടി കൊല്ലപ്പെട്ടു. ശവസംസ്കാര ശുശ്രൂഷ നഗരത്തിൽ നടക്കുന്നു. പേര് കേട്ടപ്പോൾ തന്നെ സദാ അടങ്ങിയിരിക്കാത്ത കുറുമ്പൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു. എന്തൊരു പ്രസരിപ്പായിരുന്നു അവന്! വിഷാദത്തിൻ്റെ കരിമേഘം ആ രൂപത്തെ വന്ന് മൂടി. പിറ്റേന്ന് പള്ളിയിൽ പട്ടാളി യൂണിഫോം അണിഞ്ഞു കിടക്കുന്ന ആ രൂപം കണ്ട് വന്നവരെല്ലാം വിങ്ങിപ്പൊട്ടി. ടീച്ചർക്കും കരച്ചിൽ അടക്കാനായില്ല. കുറച്ച് മാറി ടീച്ചർ ഇരിക്കുകയായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ അടുത്തു വന്ന് ചോദിച്ചു, ആൽവിൻ്റെ കണക്ക് ടീച്ചറല്ലേ? അതേ എന്നവർ തലയാട്ടി. അവൻ എപ്പോഴും ടീച്ചറെ പറ്റി പറയുമായിരുന്നു. ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ആവിൻ്റെ കൂടെ പഠിച്ചവരെല്ലാം അടുത്തുള്ള ഹാളിൽ ഒത്തുചേർന്നു. അയാളുടെ മാതാപിതാക്കളും അവിടെയുണ്ടായിരുന്നു. ടീച്ചർ അങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ടീച്ചർക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ആൽവിൻ കൊല്ലപ്പെട്ടപ്പോൾ അവൻ്റെ യൂണിഫോമിൽ നിന്ന് കിട്ടിയതാ കീറിപ്പോയ ഒരു കഷ്ണം കടലാസ്. കീറിയ ഭാഗത്തെല്ലാം സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിരിക്കുന്നു. അത് കണ്ടപ്പോൾ ടീച്ചർക്ക് ഓർമ്മ വന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഓരോ കുട്ടിയും തൻ്റെ സഹപാഠിയെക്കുറിച്ച് എഴുതിയ നല്ല വാക്കുകൾ, നന്മയുടെ കടലാസ്. കണ്ണീർ ടീച്ചറുടെ കാഴ്ചയെ മറച്ചു. ടീച്ചറുടെ കൈപിടിച്ചുകൊണ്ട് ആൽവിൻ്റെ അമ്മ പറഞ്ഞു, നന്ദി ടീച്ചർ, അവനിത് നിധി പോലെയാണ് കൊണ്ടു നടന്നിരുന്നത്. അയാളുടെ സഹപാഠികൾ ഓരോരുത്തരായി ടീച്ചറുടെ അടുത്ത് വന്നു. ചാർലി പറഞ്ഞു, എൻ്റെ പക്കൽ ഇപ്പോഴുമുണ്ട് ടീച്ചർ തന്ന ആ പേപ്പർ. വീട്ടിൽ എൻ്റെ മേശപ്പുറത്ത് ചില്ലിട്ട് വെച്ചിരിക്കുകയാണ്. മറ്റൊരു വിദ്യാർത്ഥിയുടെ ഭാര്യ പറഞ്ഞു, ഭർത്താവ് ഇത് തങ്ങളുടെ വിവാഹ ആൽബത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ടീച്ചർക്ക് വിതുമ്പൽ അടക്കാനായില്ല. തങ്ങളുടെ പ്രിയപ്പെട്ടവരോട് നമുക്കുള്ള സ്നേഹം, കരുതൽ അത് പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നാം സമ്മാനിക്കുന്ന സന്തോഷം എത്ര വലുതാണെന്ന് എപ്പോഴെങ്കിലും നാം തിരിച്ചറിയും. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷം മാത്രം സമ്മാനിക്കുന്ന നല്ല ദിനങ്ങൾ നമ്മെ തേടിയെത്തട്ടെ. ദിസ് ഈസ് അഷിത മുഹമ്മദ് ഷെരീഫ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.